ഇന്ത്യൻ ചിത്രകലയുടെ നവോത്ഥാന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ചിത്രകാരന്മാരിൽ ഏറെ പ്രശസ്തനാണ് നന്ദലാൽ ബോസ്. അബനീന്ദ്രനാഥ് ടാഗോറിൻ്റെ ശിഷ്യനായ ഇദ്ദേഹം രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച കലാകേന്ദ്രമായ ശാന്തിനികേതൻ്റെ മേധാവിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നന്ദലാൽ ബോസിൻ്റെ ചിത്രങ്ങൾ മിക്കതും ഇന്ത്യൻ തത്വചിന്തയിൽ അധിഷ്ഠിതവും സ്ത്രീകഥാപാത്രങ്ങളും ഗ്രാമീണ ജീവിതവും നിറഞ്ഞതായിരുന്നു. ഏറെ മനോഹരമായിട്ടാണ് അദ്ദേഹം ഗ്രാമീണ ജീവിതങ്ങൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ സൃഷ്ടിച്ചിരുന്നത്. പ്രതീകാത്മകതയിലും ആത്മീയതയിലും ആകൃഷ്ടനായിരുന്ന അദ്ദേഹം നാടൻ കലകളിലും ക്ലാസിക്കൽ കലകളിലും അതീവ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ഇതിൻ്റെ സ്വാധീനം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ നമുക്ക് ദർശിക്കാൻ കഴിയും. ശാന്തിനികേതനിൽ പഠിപ്പിച്ചിരുന്ന കാലത്ത് കുട്ടികളിലെ ക്രിയേറ്റിവിറ്റിയും കഴിവും വർദ്ധിപ്പിക്കാനാണ് അദ്ദേഹം ഏറെ ശ്രദ്ധ നൽകിയിരുന്നത്. നന്ദലാൽ ബോസിൻ്റെ ചിത്രങ്ങളുടെ പ്രത്യേകത ചിത്രങ്ങളിൽ ത്രിമാനത്വം സൃഷ്ടിക്കാൻ അദ്ദേഹം ഒരിക്കലും ശ്രമിച്ചിരുന്നില്ല എന്നുള്ളതാണ്. രാജസ്ഥാൻ പാരമ്പര്യത്തിലുള്ള ചിത്രങ്ങളും മുഗൾ പാരമ്പര്യത്തിലുള്ള ചിത്രങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ ചിത്രരചനയെ ഏറെ സ്വാധീനിച്ച രണ്ട് ചിത്രകലാ ശൈലികൾ. ഇംപ്രഷണിസം അഥവാ അനുഭാവ ചിത്രീകരണം എന്ന ശൈലിയിലെ ഒരു ഉയർന്ന തലം നന്ദലാൽ ബോസിൻ്റെ ചിത്രങ്ങളിൽ നമുക്ക് ദർശിക്കാൻ കഴിയും. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ ചിത്രങ്ങൾ നന്ദലാൽ ബോസ് ഉൾപ്പെടെയുള്ള ചിത്രകാരന്മാരാണ് രചിച്ചിട്ടുള്ളത് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു കലാകാരനാണ് നന്ദലാൽ ബോസ്.